രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം രാധായേ സ്വാഹ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. 1000 സഹസ്രനാമങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരൊറ്റ പദമുള്ള നാമം ഏത്? മന്ത്രം ഏത്? അതായത് ഒരു ദിവസം ശിവഭഗവാൻ പാർവതീ ദേവിക്ക് വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ വിഷ്ണു സഹസ്രനാമം മുഴുവനും പാർവതീ ദേവി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. എന്നിട്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളും പറഞ്ഞു കൊടുത്തു. അതും പാർവതീ ദേവി കേട്ടു. അതിനുശേഷം പാർവതീ ദേവി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ സ്തോത്രം കേട്ടിട്ട് ഞാൻ ധന്യയായി മാറിയിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്. സമസ്ത സുഖങ്ങളും തരുന്ന അങ്ങയുടെ തന്നെ സ്വാമിയായ ഈ വിഷ്ണു ഭഗവാൻ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഭജിക്കാതെ മൂഢന്മാര് മറ്റുള്ളവരെ ഭജിച്ച് ക്ലേശങ്ങൾ സഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു. ഈ വിഷ്ണുവിനെ ലക്ഷ്യമാക്കിയിട്ടാണ്, വിഷ്ണുഭക്തി ലക്ഷ്യമാക്കിയിട്ടാണ് അങ്ങ് പോലും ദിഗംബരനായി മാറിയത്. ഞാൻ അറിയുന്നു സ്വാമി, യോഗീശ്വര രൂപത്തിലിരുന്ന് അങ്ങ് എപ്പോഴും സ്മരിക്കുന്നത് വിഷ്ണുവിനെയാണ്. അല്ലയോ സ്വാമി, പാർവതീ ദേവി പറയുകയാണ്, ഇന്നുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആ ദിവ്യശക്തി അതെനിക്ക് അങ്ങ് പറഞ്ഞു തന്നതോടുകൂടി അങ്ങ് എന്നെ വശത്താക്കി കഴിഞ്ഞിരിക്കുന്നു സ്വാമി. അപ്പോൾ ശിവനൊന്ന് പുഞ്ചിരിച്ചു പാർവതീ ദേവിയെ നോക്കി. എന്നിട്ട് പാർവതീ ദേവി പറഞ്ഞു, അങ്ങയുടെ ആദ്യത്തെ ഗുരുവും മഹാവിഷ്ണുവാണെന്ന് എനിക്കറിയാം. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, അല്ലയോ പ്രിയതമേ, നീ എന്തോ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു, നീ അത് പറഞ്ഞുകൊള്ളൂ. അപ്പോൾ പാർവതീ ദേവി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ചോദിച്ചു, ഏ കാന്ത, കാമത, ശാശ്വത, ഞാൻ വളരെ ശ്രദ്ധിച്ച് അങ്ങ് പറഞ്ഞ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കേട്ടു. പക്ഷേ ഹേ ദേവാദിദേവ, വാസനകളിൽ മുഴുകിയതിനാൽ ഞാൻ അതിനെ ഏകാഗ്ര മനസ്സോടും
ധ്യാന രൂപത്തിലും ഉച്ചാരണം ചെയ്യുന്നതിന് അസമർത്ഥയായി മാറിയിരിക്കുന്നു. അങ്ങ് വിഷ്ണു സഹസ്രനാമം എനിക്ക് ഉപദേശിച്ചു തന്നപ്പോൾ എൻ്റെ മനസ്സിലും വാസനകളുണ്ട് സ്വാമി. ആ വാസനകളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് മുഴുകിപ്പോയി. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് മുഴുവനും പിടിച്ചെടുക്കാനും അത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഇരുന്ന് ചൊല്ലുന്നതിനും തടസ്സമായി മാറി. അതുകൊണ്ട് സ്വാമി, ഞാൻ ഇന്ന് വിഷ്ണു സഹസ്രനാമം ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചൊല്ലാൻ അസമർത്ഥയാണ് സ്വാമി. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി മനസ്സ് മറ്റെങ്ങും പോകാതെ ചൊല്ലണമെന്നാണ് പാർവതീദേവി പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നതാണ്, സഹസ്രനാമം ചൊല്ലുമ്പോൾ മനസ്സ് വേറെ എങ്ങോട്ടും ഓടാൻ പാടില്ല, അതിൽ മുഴുകണം. അല്ലാതെ സഹസ്രനാമം മുഴുവനും ചൊല്ലിയിട്ട് ഞാൻ എന്നും സഹസ്രനാമം ചൊല്ലുമെന്ന് പറഞ്ഞാൽ തെറ്റ്. നിങ്ങളുടെ ചുണ്ടുകൾ എന്നും സഹസ്രനാമം ചൊല്ലും, മനസ്സ് വേറെ പോകും. അപ്പൊ ദേവി പറഞ്ഞു, പാർവതി ദേവി പറഞ്ഞു, എനിക്കിത് മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇത് മുഴുവനും ചൊല്ലാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്ലയോ ദേവാദിദേവ, ഈ വിഷ്ണു സഹസ്രനാമം മുഴുവനും ജപിച്ചാൽ കിട്ടുന്ന ഫലമുള്ള ഒരൊറ്റ മന്ത്രം എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ശിവൻ പറഞ്ഞു, പറഞ്ഞു തരാം, ഞാൻ ആ മന്ത്രം പറഞ്ഞു തരാം. ആ മന്ത്രം വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മാത്രമല്ല, 1000 സഹസ്രനാമങ്ങൾ 1000 സഹസ്രനാമങ്ങൾ ജപിച്ചാൽ കിട്ടുന്ന ഫലം ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് നിനക്ക് ലഭിക്കുന്നതാണ് പാർവതി. ഈ മന്ത്രം ജപിക്കുന്നവന് കിട്ടുന്ന ഫലങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ തീർത്ഥങ്ങളിലും, ഈ പ്രപഞ്ചത്തിലെ സർവ്വ തീർത്ഥങ്ങളിലെ ജലവും പ്രയാഗയിലെ ജലവും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ആദരിക്കുകയോ അതിനെ വന്ദിക്കുകയോ അതിൽ മുങ്ങി നിവരുകയോ ചെയ്താൽ പോലും കിട്ടുന്ന ഫലം ഈ ഒരൊറ്റ നാമം ജപിക്കുന്നതിൻ്റെ 16 പോലുമില്ല. പ്രപഞ്ചത്തിലെ സർവ്വതീർത്ഥങ്ങളും അതോടൊപ്പം പ്രയാഗിലെ ജലവും അതെല്ലാം കൂടിച്ചേർന്നാൽ പോലും, അല്ലയോ പാർവതി, ഞാൻ ഈ പറയാൻ പോകുന്ന ആ ഒറ്റ പദം വരുന്ന മന്ത്രത്തിന്റെ 16 പോലുമില്ല. അപ്പൊ പാർവതി ദേവി പറഞ്ഞു, പറയൂ നാഥ. അപ്പോൾ ശിവഭഗവാൻ ആ മന്ത്രം പറയാൻ പോവുകയാണ്. നിങ്ങളും എല്ലാ ദിവസവും ഒരു ജപമാല വെച്ചത് ജപിക്കൂ. ഓം രാമ രാമ ഓം രാമ രാമ ഓം രാമ രാമ. അതെ, രാമമന്ത്രം ഓം ചേർത്ത് 2 തവണ രാമ രാമ, അത്രയും മതി. ഓം രാമ രാമ. അത് കേട്ട് പാർവതി ദേവി ജപിച്ചു, ഓം രാമ രാമ. നിങ്ങളും ഇന്ന് തൊട്ട് ജപിക്കണം, ഓം രാമ രാമ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.